രാജ്ഭവനിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തിച്ചേർന്നിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. മനീഷ് മഹിപാൽ, മനീഷ്, ഇത് രാജ്ഭവന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ ഒരു ചെറിയ വേദിയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാർ ക്ലീമീസ് കാതോലിക്ക ബാവ അവിടെ സംസാരിക്കുമെന്നാണ് തോന്നുന്നത്. വിവരങ്ങൾ അനുജ, നിലവിൽ രാജ്ഭവന് തൊട്ടടുത്ത് ഏകദേശം ഒരു 200 മീറ്റർ മുൻപ് തന്നെ ഈ ബിഷപ്പ് ഹൗസിന് മുൻപിൽ വെള്ളയമ്പലം താണ് നിലവിൽ ഈ ഒരു പ്രതിഷേധ റാലിക്ക് സമാപനം കുറിക്കുന്ന രീതിയിൽ ഒരു പന്തൽ കെട്ടി ഇവിടെയാണ് ഈ പരിപാടി നടക്കുക. അവിടെ KCBC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബെസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ അത് ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 100 കണക്കിന് വിശ്വാസ സമൂഹത്തിലെ പെട്ട ആളുകൾ അടക്കം, ജനാധിപത്യ വിശ്വാസികളടക്കം 100 കണക്കിന് ആളുകൾ ഈ പ്രതിഷേധ മൗന ജാഥയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ചും ഈ കോൺഗ്രസും ഇടതുപക്ഷവും ഒരു രാഷ്ട്രീയമായുധമാക്കി രംഗത്തിറങ്ങുകയും സഭാ നേതൃത്വം അടക്കം അതിൽ നിലപാട് കടുപ്പിക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഛത്തീസ്ഗഡ് സംഭവം കേരള രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ചൂട് പിടിപ്പിക്കുന്നതാണ്. ആസന്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ തിരിച്ചടി BJP-ക്കടക്കം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വലിയ വിലയിരുത്തലൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു പ്രശ്ന പരിഹാരത്തിന് എത്രയും വേഗം ഇടപെടണമെന്നുള്ള ആവശ്യം കേരളത്തിലെ BJP-ക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി മറ്റൊരു സംസ്ഥാനത്ത് നടക്കുന്ന വിഷയത്തിനകത്ത് ഇടപെടുന്നതിലെ പരിമിതികൾ കൂടി വലിയ ചർച്ചയാവുന്നുണ്ട്. ഏതാണെങ്കിലും കേരളത്തിൽ ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്നു, ഒരു വലിയ സമരത്തിലേക്ക് തന്നെ കടക്കുന്നു. പരസ്യമായ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് തലസ്ഥാനത്ത് കണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തു. അതിൽ ന്യൂനപക്ഷമെന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷമെന്നുള്ള വ്യത്യാസമില്ലാതെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന, മതേതരത്വത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ ജനസഞ്ചയം പങ്കെടുത്തു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ പാളയത്ത് നിന്ന് ആരംഭിച്ച ഏകദേശം 4 മണിക്ക് കൃത്യം ആരംഭിച്ച മൗന ജാഥ, ഐക്യദാർഢ്യ പ്രതിഷേധ റാലി, സന്യാസിമാരെ അന്യായ തടങ്കലിൽ വെച്ചതിനെതിരെ നടത്തിയിട്ടുള്ള ജാഥ ഇപ്പോഴിതാ രാജ്ഭവന് മുന്നിലേക്ക് എത്തി. അതിന്റെ സമാപന യോഗത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു സൂചന മാത്രമാണെന്നാണ് മതമേലധ്യക്ഷന്മാർ പറയുന്നത്. നേരിട്ട് തന്നെ അവർ ഇത് നിലപാട് കടുപ്പിക്കുകയും ഇതിനോടുള്ള തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്ത് നേരത്തെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. ഇന്നലെ തന്നെ ഇന്നത്തെ പരിപാടിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അടക്കം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു സൂചനാ പ്രതിഷേധ രീതിയിലുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങാനുള്ള വലിയ ആലോചനകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ KCBC-യുടെ അധ്യക്ഷൻ ബെസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അനുജ, അന്യായമായി സന്യാസിനിമാരെ കേസിൽപ്പെടുത്താൻ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നതുൾപ്പെടെ ഉള്ള പ്ലക്കാർഡുകളുമൊക്കെ ഏന്തിയുള്ള പ്രതിഷേധം അതാണ് കണ്ടത്. ആ പ്രതിഷേധം ഇപ്പോൾ രാജ്ഭവന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ വെള്ളയമ്പലത്ത് ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് ഈ പ്രതിഷേധ മാർച്ച് അവസാനിച്ചിട്ടുള്ളത്. അവിടെ ഒരു ചെറിയ യോഗമുണ്ടാകും. ആ യോഗത്തിൽ മാർ ക്ലീമീസ് കാതോലിക്ക ബാവ ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്യും. ഒരു ചെറിയ വേദിയൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇനി ഇതിൻ്റെ സമാപന പരിപാടി നടക്കാനിരിക്കുന്നത്. പാളയത്ത് നിന്ന് കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിച്ച പ്രതിഷേധ മാർച്ചാണ് അല്പസമയം മുൻപ് ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് എത്തിയത്. രാജ്ഭവന് സമീപത്തേക്കാണ് ഈ ഐക്യദാർഢ്യ പ്രതിഷേധ മാർച്ച് എത്തിയത്.